ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ട്യൂട്ടോറിയൽ ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെ ഒരു വെബ്സൈറ്റ് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഓൾറെഡി മുന്നത്തെ ചാപ്റ്ററിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വെബ്സൈറ്റാണ് ഞാൻ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അതായത് വെബ്സൈറ്റ് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്ത് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് URL അടിച്ചിട്ട് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അടിച്ചിട്ട് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് നമ്മൾ വെബ്സൈറ്റിൽ HTML എന്നുള്ളത്. അപ്പോൾ ആ ഫോൾഡറിനെ ഒരു സിപ്പ് ഫയൽ ആക്കി മാറ്റുകയാണ്. ഇവിടെ കണ്ടോ, HTML സിപ്പ് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കി. പിന്നെ നമുക്ക് സെർവറിൽ ലോഗിൻ ചെയ്യണം. ഞാൻ ബ്ലൂ ഹോസ്റ്റ് സെർവറിലാണ് ലോഗിൻ ചെയ്യുന്നത്. എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്. അക്കൗണ്ട് ഇല്ലാത്തവർ ഹോസ്റ്റിംഗ് പ്ലാനിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പ്ലാൻ സെലക്ട് ചെയ്ത് പെയ്ഡ് ചെയ്ത് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണം. അതായത് ഷെയർഡ് ഹോസ്റ്റിങ്ങിലാണെങ്കിൽ കുറഞ്ഞ എമൗണ്ടിൽ നമുക്ക് ചെറിയൊരു സ്പേസ് കിട്ടും. പിന്നെ VPS ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആണെങ്കിൽ കുറച്ചും കൂടി എമൗണ്ട് കൂടുതലാണ്. അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്തു. ഇതിൽ നമുക്ക് കുറച്ച് മെനൂസ് ആണ്. ഹോംസ്, മൈ സൈറ്റ്സ്, മാർക്കറ്റ് പ്ലേസ്, ഇമെയിൽസ്, ഡൊമെയിൻസ്, അഡ്വാൻസ്ഡ്. ബ്ലോസിലാകുമ്പോൾ നമ്മൾ അഡ്വാൻസിലാണ് പോകേണ്ടത്. ഞാൻ ഓൾറെഡി എൻ്റെ ഡൊമൈൻ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൊമൈൻ സെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഡൊമൈനിൽ പോയിട്ട് സെറ്റ് ചെയ്യണം. അഡ്വാൻസ്ഡിൽ ഫയൽ മാനേജറാണ്. ഇതെല്ലാ സെർവറിലും ഫയൽ മാനേജർ ആവും. ഫയൽ മാനേജറിൻ്റെ ഉള്ളിലാവും നമ്മളെ വെബ്സൈറ്റിൻ്റെ ഫയലല്ല. ഫയൽ മാനേജറിൽ പബ്ലിക് HTML എന്ന ഫോൾഡർ സെറ്റ് ചെയ്യുക. ഇതിൽ ഞാൻ ഓൾറെഡി കുറേ വെബ്സൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ induba.com എന്നുള്ളൊരു ഫോൾഡറിലാണ് ഇത് ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ URL കാണിച്ചു തരാം. എനിക്ക് ഓൾറെഡി ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിൽ ഞാൻ അതിലൊരു ഫോൾഡറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എൻ്റെ വെബ്സൈറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി സിപ്പ് ചെയ്ത് വെച്ച ഫയൽ അപ്ലോഡ് ചെയ്യണം. ഈ അപ്ലോഡ് മെനുവിൽ സെലക്ട് ഫയൽ കൊടുക്കുക. ഇതാണ് ഈ ഡെസ്ക്ടോപ്പിലാണുള്ളത്. HTML.zip ഇല്ലേ, അത് സെലക്ട് ചെയ്യുക. നമുക്ക് അപ്ലോഡ് ആവുന്നത് കാണാൻ കഴിയും ഇവിടെ. ഓക്കെ, അത് അപ്ലോഡായി 100% ആയി. പിന്നെ നമ്മൾ ഇതിൽ വന്നിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കണം. കണ്ടോ, HTML.zip വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സിപ്പ് ഫയലിനെ അൺസിപ്പ് ചെയ്യണം. അതിന് ഫയൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ എക്സ്ട്രാക്ട് എന്നൊരു മെനു ഉണ്ട്, അത് കൊടുക്കുക. സെയിം പാത്തിൽ public.html എൻ്റെ വെബ്സൈറ്റ് ഓൾറെഡി ഉള്ള വെബ്സൈറ്റിൻ്റെ ആ പാത്തിൽ ആണ് കൊടുക്കുന്നത്. എക്സ്ട്രാക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഉണ്ടോ, HTML എന്നുള്ള ഒരു ഫോൾഡർ, നമ്മൾ അതേ ഫോൾഡർ സ്ട്രക്ചറിൽ ഫയൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ ഞാൻ സബ് ഫോൾഡർ ആയിട്ടാണ് നമ്മളെ വെബ്സൈറ്റ് കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെ, ഇങ്ങനെ /HTML എന്നുള്ള ഫോൾഡറിൽ HTML കൊടുത്ത് നമുക്ക് വെബ്സൈറ്റ് കാണാൻ കഴിയും. കണ്ടോ, നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച വെബ്സൈറ്റ് കിട്ടി. എൻ്റെ ഓരോ പേജും നാവിഗേറ്റ് ചെയ്യാം. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.